ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങൾക്കായും ദൈവത്തിന് അവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവകൃപയുടെ മഹത്വം, ഇതൊക്കെ ജീവിതത്തിൽ ആഴമായി അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രായോഗികമായ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മളെ അവിടുന്ന് ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഉള്ള അനുഭവത്തോടു കൂടെ തന്നെ, അല്ലെങ്കിൽ ഉള്ള അവസ്ഥയോടുകൂടെ തന്നെ അതിനെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ദർശനത്തിന് വില കൊടുക്കുന്ന രണ്ട് ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ നമ്മളെ എടുത്തു കാണിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ദൈവിക ദർശനത്തിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അത് വരും നിശ്ചയം, അത് വൈകിയാലും അതിനായി കാത്തിരിക്കും. അപ്പോൾ ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുക എന്നതും ദൈവിക ദർശനങ്ങൾക്ക് വില കൊടുക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരനുഭവമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിൽ അവർ ദൈവത്തിങ്കൽ നിന്ന് ഒരു ദർശനം പ്രാപിച്ചു. കർത്താവിൻ്റെ വചനവുമായി മക്കദോന്യയിലേക്ക് പോവുക, അവിടെ ഒരു പുരുഷൻ ഒരു ദൈവിക വിടുതൽ പ്രാപിക്കുന്നു എന്ന ഒരു ദർശനം പൗലോസിന് ആഴമായി പ്രാപിക്കുവാൻ കഴിയും. ആ പ്രാപിച്ചതായ ദർശനത്തിന് വില കൊടുക്കുന്ന ഒരു അനുഭവമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 25-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുവാൻ പോകുന്ന ഒരു വിഷയം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തോട് പ്രാർത്ഥിച്ചും പാടി സ്തുതിച്ചും കൊണ്ട് ഇരുന്നു. അവിടെ ഒരു ജീവിതത്തിൻ്റെ സമയത്തെ എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അർദ്ധരാത്രി, നമുക്കറിയാം, പ്രായോഗികമായ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അർദ്ധരാത്രി എന്ന് പറയുന്ന സമയത്തിൻ്റെ അനുഭവം എന്താണ് എന്ന് നമുക്കറിയാം. ചില അനുഭവങ്ങളെ അഭിമുഖീകരിച്ചിട്ട് അനുഭവിച്ചിട്ട് നമ്മൾ പറയും ഇതെൻ്റെ ജീവിതത്തിൻ്റെ രാത്രിയായിരുന്നു, അർദ്ധരാത്രിയുടെ അനുഭവം പോലെ. അപ്പോൾ അർദ്ധരാത്രി എന്ന് എടുത്തു കാണിച്ചിരിക്കുന്ന വാക്കിന് അവിടെ ഒരു അർത്ഥം കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ: കൂരിരുട്ട് കൊണ്ട് നിറഞ്ഞതായ സമയം, ഇരുട്ട് മൂടിയിരിക്കുന്ന ഒരു സമയം, അടുത്തു നിൽക്കുന്ന വ്യക്തിയെ പോലും കാണാൻ കഴിയാത്ത പോലെ ഇരുട്ട് മൂടിയിരിക്കുക. എന്തു സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാത്ത അനുഭവത്തിൽ ഇരുട്ട് മൂടിയിരിക്കുക. അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ എങ്ങോട്ടാ വെക്കേണ്ടത് എന്നറിയാത്ത വിധത്തിൽ ഇരുട്ട് മൂടിയിരിക്കുക. ഞാൻ എന്താ അടുത്ത് പറയേണ്ടത് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഇരുട്ടാ. അങ്ങനെ ഇരുട്ട് മൂടിയിരിക്കുന്ന ഒരു സമയം അർദ്ധരാത്രി. 25-ാം വാക്യമാണ് അർദ്ധരാത്രി എന്ന വാക്ക് കിടക്കുന്നത്. അതിൻ്റെ ഒരു 16-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ച് താഴോട്ട് വന്നാൽ മനസ്സിലാകും. പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു, അവരുടെ ശരീരം മുഴുവൻ ദണ്ഡിപ്പിച്ചു, അവരുടെ വസ്ത്രം മുഴുവൻ പറിച്ചൊരിഞ്ഞു, അവരെ കോലുകൊണ്ട് വളരെ അടുപ്പിച്ചു, പുരുഷാരം മുഴുവൻ അവർക്ക് വിരോധമായി ഇളകി, അവരുടെ മുഖത്ത് തുപ്പുന്ന പോലെയും അടിക്കുന്ന പോലെയുമുള്ള അനുഭവങ്ങൾ, പുറം മുഴുവൻ രക്തമൊഴുകുന്ന പോലത്തെ അനുഭവം. ഇങ്ങനെ ഈ അവസ്ഥകളിലൂടെ ഒക്കെ പോയ ഒരു സമയത്തെ നോക്കിയിട്ടാണ് അവർ പറയുന്നത് അർദ്ധരാത്രി എന്ന് പറയുന്നത്. പ്രിയരെ,
ഈ ശബ്ദം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലൊരു അർദ്ധരാത്രി നിങ്ങൾ ഫേസ് ചെയ്യായിരിക്കും. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോലെ അറിയത്തില്ല. മക്കളുടെ ഭാവി അടുത്ത നിമിഷം എന്താ അറിയത്തില്ല. നാളത്തെ ദിവസത്തെ എങ്ങനെ ഫേസ് ചെയ്യും അറിയത്തില്ല. ഒന്നും കൺമുൻപിൽ കാണാനില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രതീക്ഷയെല്ലാം ഉടഞ്ഞിരിക്കുമ്പോൾ വിടുതലിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരനുഭവമാണ് പൗലോസും ശീലാസും ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അവർ പറയണ ആ അർദ്ധരാത്രി അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മനസ്സിന് ബലമില്ലാത്ത അനുഭവങ്ങൾ നമ്മൾക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ ആഴമായി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ഇരുട്ട് നമ്മെ ജയിക്കില്ല. പ്രാർത്ഥന എന്ന വിഷയം ആത്മീയ ജീവിതത്തിന് വളരെ ബലം പകരുന്ന ഒരനുഭവമാണ്. പൗലോസ് തന്നെ പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് 2 തലത്തെ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിയിലുള്ളതായ പ്രാർത്ഥന കൊണ്ട് പല അനുഭവങ്ങളും നമ്മൾ ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അതിന് വ്യക്തമായ രൂപാന്തരങ്ങളോ മാനസാന്തരങ്ങളോ വിടുതലുകളോ കാണാൻ കഴിയുന്നില്ല എങ്കിൽ വളരെ വ്യക്തമായി ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിയുടെ പ്രാർത്ഥനയുടെ തലത്തെ അവിടെ നിർത്തിയിട്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആത്മമണ്ഡലത്തിൽ വ്യാപാരം ചെയ്യുന്ന ദുരാത്മശക്തികൾ ആത്മാവിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇളകാൻ തുടങ്ങും. നമുക്കറിയാം, ബുദ്ധി കൊണ്ട് നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനാ ശൈലികളുണ്ട്. ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാസങ്ങളുണ്ട്. പ്രാർത്ഥനയുടേതായ പല വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്. ഈ ബുദ്ധിയുടെ പ്രാർത്ഥന ഒരുപക്ഷെ നമ്മുടെ സമയം കൊല്ലുന്നു എന്നുള്ളതല്ലാതെ വലിയ ദൈവപ്രവൃത്തികളൊന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഇളക്കങ്ങൾ തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കുക, 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പൗലോസും ശീലാസും പ്രാർത്ഥിക്കുക. അർദ്ധരാത്രി, ഒരു സാധ്യതയില്ല, പ്രാർത്ഥിക്കാൻ ഒരു അനുഭവം ഇല്ലാത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥന വരുത്തിയ മാറ്റം നമ്മളിവിടെ കാണുന്നു. ആ അർദ്ധരാത്രി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില കാരാഗ്രഹങ്ങളില്ലേ? കൈകളെ ബന്ധിച്ചിരിക്കുന്ന, കാലുകളെ ബന്ധിച്ചിരിക്കുന്ന, ശരീരത്തെ ബന്ധിച്ച, കുടുംബജീവിതത്തെ ബന്ധിച്ച, തലമുറകളെ ബന്ധിച്ച, ജോലി മേഖലകളെ ബന്ധിച്ച, ബിസിനസ് മേഖലകളെ ബന്ധിച്ച കാരാഗ്രഹം. ആ കാരാഗ്രഹത്തിന് ഇന്ന് പകൽക്കാലം ഒരു അവസാനം വരുവാൻ ആത്മാവിൽ രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥനകൾക്ക് കഴിയുമെന്ന കാര്യം നമ്മൾ പ്രിയരെ മനസ്സിലാക്കുക. പൗലോസ് പ്രാർത്ഥിച്ചു. വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. അടുത്തവർ പാടി ദൈവത്തെ സ്തുതിക്കുക. നോക്കി, അവർക്ക് പാടുവാൻ പറ്റിയൊരു സാഹചര്യമല്ല, അവർക്ക് പാടുവാൻ യോഗ്യമായ ഒരു സ്ഥലമല്ല. പുറകിൽ ഓർപ്പിച്ചതുപോലെ അവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു, അവരുടെ കാലുകൾ ബന്ധിച്ചിരിക്കുന്നു, അവരുടെ ശരീരം നഗ്നമാക്കിയിരിക്കുന്നു, ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. എല്ലാ നിലകളിലും ജനം അവർക്ക് വിരോധമായി ഇളകി പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും വേദനയുടെയും അനുഭവത്തിൽ പോകുമ്പോൾ അവർക്ക് ഒരു വാക്ക് പോലും പാടാൻ പറ്റുന്ന ഒരു സമയമല്ല, സാഹചര്യമല്ല. പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തിൽ അവർ ദൈവത്തെ പാടി എന്ന് മാത്രമല്ല, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ പ്രൈസ് ചെയ്യുക. ചോദിച്ച പൗലോസേ, ദൈവത്തെ പ്രൈസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണോ ഇത്? വാഗ്ദത്തം കേട്ടല്ലെങ്കിൽ ദർശനം കണ്ടിറങ്ങി തിരിച്ച നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ
ഈ കാരാഗ്രഹത്തിനകത്ത് അകപ്പെടുവോ? ജനമെല്ലാം ഇങ്ങനെ വിരോധമാവുമോ? ഇങ്ങനെ പുറമെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട കാര്യമുണ്ട്? രക്തം ഒഴുകുവോ? നഗ്നരായി കിടക്കേണ്ടി വരുമോ? വസ്ത്രം പറിച്ചുരിഞ്ഞു ഇങ്ങനെ ഈ പ്രതികൂലത്തിലൂടെ പോകേണ്ടി വരുമോ? ദർശനത്തിനൊത്തവണ്ണം കർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയും, പ്രതിസന്ധിയിലും ദർശനം മരിക്കില്ല, പ്രതിസന്ധിയിലും ദർശനം തന്നവൻ വിട്ടുമാറില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. പ്രതിസന്ധിയിലും ദർശനം മരിക്കില്ല, പ്രതിസന്ധിയിലും ദർശനം തന്നവൻ വിട്ടുമാറില്ല. പ്രിയരെ, ഈ സമയം ഏത് പ്രതിസന്ധിയാണോ നിങ്ങളെ തകർത്ത് കളയുമെന്ന് പറയുന്നത്, ആ പ്രതിസന്ധിയിലും നിങ്ങളുടെ ദർശനത്തിന് ഒരു ചെറിയ മങ്ങൽ പോലും സംഭവിക്കുന്നില്ല. ഒരു തലമുടി നാരിന് പോലും ആ ദർശനം മങ്ങുകയില്ല. കാരണം അത് ദൈവിക ദർശനമാണ്. ദർശനം തന്നവൻ നിങ്ങളെ വിട്ടുമാറില്ല. എല്ലാവരും മാറിയേക്കാം. നിയമം നമുക്ക് വിരോധമായി, രാജാക്കന്മാർ വിരോധമായി, ഭരണാധികാരികൾ വിരോധമായി, ജന്മം നൽകിയ മാതാപിതാക്കൾ വിരോധമായി, കൂടെ നിന്നവർ വിരോധമായി, എല്ലാവരും വിരോധമായി. പക്ഷേ ദർശനം തന്നവൻ നിന്നെ വിട്ട് മാറുകയില്ല. ഇതെങ്ങനെ മനസ്സിലായേ? ഇത് മനസ്സിലായത് നോക്കിയേ. അർദ്ധരാത്രി കാരാഗ്രഹത്തിൽ പാടി അവർ ദൈവത്തെ സ്തുതിക്കുക. അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ വാക്യം ഇങ്ങനെ വായിക്കുന്നു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും ശ്രദ്ധിക്കാൻ നിന്നെ ഇല്ലെങ്കിലും, ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, നിന്റെ പ്രതിസന്ധിയിലെ പ്രാർത്ഥനയും നിന്റെ പ്രതിസന്ധിയിലെ ആരാധനയും ലോകം ശ്രദ്ധിക്കും. എനിക്കെല്ലാം നന്മ ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, പ്രതിസന്ധിയിൽ ഇരുന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, വേദനയിൽ ഇരുന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കും. സ്വർഗ്ഗമനോട് ഇങ്ങനെ പറയുന്നു, ഇത് കേൾക്കുന്ന പ്രിയരുടെ പ്രാർത്ഥന അയൽക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വേദന വന്നിട്ട് നിന്റെ പ്രാർത്ഥന മുടങ്ങുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർ നിനക്ക് മുമ്പിലുണ്ട്. ഇത്രയും പ്രതിസന്ധി വന്നിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ ഉറക്കളച്ചിരുന്ന് നിന്നെ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കുന്നത് അറിയാമോ? ഈ പ്രാർത്ഥനയുടെ മറുപടി എന്തായി തീരും എന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടാൻ സമയമായി. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി നിങ്ങൾക്ക് മുമ്പിൽ മറുപടി ഇല്ലാതിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വരിക. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്നത് പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ അകത്ത് കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ മറുപടി ഇറങ്ങുക. കയ്യും കാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് ഒരു കാരണവശാലും ഒരു സാധ്യതയും ഇല്ലെന്ന് വിളിച്ചു പറയുന്നിടത്ത്, ഇതാ ഈ കയ്യും കാലിലെയും ചങ്ങല മനുഷ്യരല്ല, ഒരു നിയമമല്ല, മാനുഷിക അനുവാദമില്ലാതെ ഉയരത്തിലെ ദൂതൻ അല്ലെങ്കിൽ ഉയരത്തിലെ പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്ന ഇപ്പോൾ ചില ചങ്ങലകൾ പൊട്ടിമാറുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മകളെ, സ്വസ്ഥതയെ കെട്ടിവെച്ചിരിക്കുന്ന ചില ചങ്ങല ഇപ്പോൾ അവിടുന്ന് പൊട്ടിമാറുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് കൽപ്പിക്കുന്നു. അതിപ്പോൾ ഈ ജനത്തെ വിട്ട് പൊട്ടിമാറട്ടെ. കുടുംബജീവിതത്തിന്റെ അകത്തെ നന്മകളെ, സ്വസ്ഥതകളെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇപ്പോൾ ദൈവാത്മാവ് അഴിച്ചു മാറ്റുക. ഈ സമയം ദൈവാത്മാവ് അത് അഴിച്ചു മാറ്റുക. എനിക്ക് വ്യക്തമായ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കാൻ കഴിയുന്നു. തമ്പുരാൻ അത് അഴിച്ചു മാറ്റുന്നു. ശ്രദ്ധിക്കുക. കൈയും കാലും ബന്ധിക്കപ്പെട്ട് ഇരുട്ടുമുറിക്കകത്ത് കിടക്കുന്ന ഇവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചതുപോലെ പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ചിലരുടെ മേൽ ഇപ്പോൾ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ഇവർ ആ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു. പൗലോസിനോട് ചോദിച്ചേ, പൗലോസേ, സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ യേശുവെന്ന് വിളിക്കാൻ? ഇവിടെ പാടാൻ സ്വാതന്ത്ര്യമുണ്ടോ? പൗലോസ് പറയും, ശരീരത്തിന് സ്വാതന്ത്ര്യമില്ല, നിയമം കൊണ്ട് സ്വാതന്ത്ര്യമില്ല. കാരണം യേശുവിനെ പരസ്യ സ്ഥലത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള
വിടുതൽ പരസ്യ സ്ഥലത്ത് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ കാരാഗ്രഹത്തിൽ വന്നിരിക്കുന്നത്. യേശു സൗഖ്യമാക്കുന്നവനാണ്, അല്ലെങ്കിൽ യേശുവിന്റെ ദർശനം പ്രാപിച്ചുള്ള യാത്രയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ കാരാഗ്രഹത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല, പാടാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. സ്നേഹിതരെ, ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും നിനക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ, ഒരു സ്റ്റാൻസ പോലും പാടാൻ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരിക്കാം. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ നടുവിൽ ഇന്ന് പകൽ നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവത്തെ ഒന്ന് പാടി സ്തുതിച്ചു നോക്ക്. ഇന്ന് പകൽ നിന്റെ ചങ്ങല പൊട്ടി മാറുക, ഇന്ന് പകൽ നിന്റെ കാരാഗ്രഹം മാറുന്ന ദിവസമാണ്. അവർ പാടി, അവർ ദൈവത്തെ ആരാധിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, തടവുകാർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തോട് പാടി സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ കൊണ്ട് ഭൂലോകത്തെ ഇളക്കാൻ കഴിയും. നീ പാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂകമ്പം, ഭൂലോകം ഇളകും, ഭൂമി ഇളകും. പൈശാചിക മണ്ഡലങ്ങൾ ചിലത് ഇന്ന് പകൽ ഇളകാൻ പോവാ. എപ്പോഴാണെന്നറിയാമോ? നീ പ്രാർത്ഥിക്കുമ്പോൾ. ജീവിതത്തിന്റെ അർദ്ധരാത്രിയാ എന്ന് പറഞ്ഞ് നീ കരയരുത്, പ്രതികൂലമാ എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടരുത്. തലകുനിച്ചിരിക്കാതെ ഇന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഇന്ന് നീ ആരാധിക്കാൻ തയ്യാറായാൽ, ഹൃദയം തുറന്ന് പാടാൻ തയ്യാറായാൽ, ഇതാ ചങ്ങലയഴിക്കാൻ രാജ്യങ്ങളുടെ നിയമം നോക്കി നിൽക്കാതെ, രാജാക്കന്മാരുടെ അധികാരം നോക്കി നിൽക്കാതെ, ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി നിന്റെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ഉടയവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ അത്ഭുതം നീ കാണും, അവന്റെ അത്ഭുതം നീ അനുഭവിക്കും. അവന്റെ തേജസ് നിന്നെ മൂടാൻ പോവാ. ഇവർ പാടി ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെ തുറന്നു. ഇന്ന് നിനക്ക് മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകളില്ലേ? നിന്റെ തലമുറയുടെ വാതിൽ, നിന്റെ ബിസിനസിന്റെ വാതിൽ, നിന്റെ ആരോഗ്യത്തിന്റെ സൗഖ്യത്തിന്റെ വാതിൽ, അടയപ്പെട്ട് കിടക്കുന്ന ചില വാതിലുകൾ ഇന്ന് പകൽ തുറക്കാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അടയപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് തുറക്കും. കർത്താവ് വ്യക്തമായ എൻ്റെ അകത്തൊരു നിയോഗം തരികയാണ്. 3 അനുഭവത്തിനകത്ത് അടഞ്ഞ വാതിലുകളുമായി നിരാശയോടെ ആ അടയപ്പെട്ട വാതിലുകൾക്ക് മുൻപിൽ ഭാരത്തോടു കൂടിയിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുക. കർത്താവ് പറയുന്നത് ആർക്കും അടയ്ക്കാൻ ഒക്കത്തില്ല. ഒരുത്തർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു പുതിയ വാതിൽ ഇന്ന് പകൽ തമ്പുരാൻ ഇവിടെ തുറന്നു വയ്ക്കുക. എന്താണ് അത് തുറക്കാനുള്ള കാരണം? കഴിവാണോ? അല്ല. നീ ജനിച്ച കുടുംബമാണോ? അല്ല. നിന്റെ വിശുദ്ധിയുടെ ആഴമാണോ? അല്ലെന്നേ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഉയർന്ന നിന്റെ പ്രാർത്ഥനയും ദൈവസന്നദ്ധിയിൽ നീ ആരാധനയ്ക്ക് വില കൊടുത്തതും തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പുതിയ ചില വാതിലുകളെ അവിടുന്ന് തുറക്കുക. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ചിലതിൻ്റെ അകത്ത് അയക്കാൻ ഈ പകൽ ദൈവം ഇറങ്ങി വന്നിരിക്കുക. നോക്കിക്കേ, വാതിലുകളൊക്കെ തുറന്നു. തടവിൽ കിടന്ന തടവുകാരുടെ ചങ്ങല പോലും അഴിഞ്ഞു. ഓ, ഇന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, അടുത്ത് കിടക്കുന്ന ചില തടവുകാരുടെ ചങ്ങല കൂടെ അഴിയാൻ പോവുക. വിശ്വസിക്കുമോ ദൈവത്തിലെ? നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭർത്താവിന്റെ മേൽ നിൽക്കുന്ന പൈശാചിക ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയാൻ പോവുക. സഹോദര, നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ മേൽ നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തകരാൻ പോവുക. മാതാപിതാക്കളെ, ഇന്ന് നിങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അവരെ വിട്ട് പൊളിഞ്ഞു ഓടാൻ പോവുക. അടുത്ത പ്രഭാതം കാണാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ചിലരെ നോക്കിയുള്ള ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നീ അടുത്ത പ്രഭാതം കാണും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിന്റെ തലമുറയുടെ നന്മ നീ കാണും. നീ ആഴത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ ബുദ്ധിയുടെ അനുഭവത്തിലെ പ്രാർത്ഥനയല്ല,
ആത്മമണ്ഡലത്തിലെ പ്രാർത്ഥനയും ആത്മമണ്ഡലത്തിലെ ആരാധനയും ഒരു ചടങ്ങായിട്ട് പോകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം അല്ല ദൈവങ്ങളത് നമുക്ക് ആവശ്യം. നമുക്കിന്ന് പകൽ ആവശ്യമായിരിക്കുന്നത് ആഴത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു നല്ല ആരാധന. ശ്രദ്ധിക്കുക, അവരങ്ങനെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ എല്ലാ ചങ്ങലകളും അഴിഞ്ഞു. തടവുകാരുടെ ചങ്ങലകൾക്കെല്ലാം അഴിഞ്ഞു. വേഗത്തിൽ വരട്ടെ. അവർക്ക് മുൻപിൽ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് അടുത്ത് നിന്നിട്ട് ഒരൊറ്റ ചോദ്യം: യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസിനോടും ശീലാസിനോടും കാരാഗ്രഹത്തിന്റെ പ്രമാണി ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ നിന്റെ അവസ്ഥ അറിഞ്ഞാൽ, ഇന്നത്തെ നിന്റെ അവസ്ഥ നോക്കിയിട്ട് അടുത്തൊരാൾക്ക് രക്ഷ പ്രാപിപ്പാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനോ ചെയ്തു കൊടുക്കാനോ കഴിയുന്നില്ല. അതാണ് നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ ഈ പരാജയം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയ്ക്കകത്തുനിന്ന് പറ, ചിലർക്ക് രക്ഷ പറയാൻ ദൈവം എന്നെ ഉപയോഗിക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരു സുവിശേഷത്തിന്റെ വക്താവായി ചിലരെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. സ്നേഹിത, നീ പറയും നീ കാരാഗ്രഹത്തില, പക്ഷെ ഈ കാരാഗ്രഹം നിന്നെ കൊണ്ടുവന്നറിയാമോ? രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്കിടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പൗലോസ് അതരം തുറന്ന് പ്രമാണിയോട് വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ ശൂന്യതയുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ പരാജയം ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ എല്ലാവരും നിന്നെ നിന്ദിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഇതിന്റെ നടുവിൽ യേശു രക്ഷകൻ എന്ന് പറയാൻ നിന്റെ ആഗ്രഹത്തെ എന്റെ ദൈവം ബലപ്പെടുത്താൻ പോവുക. വീണ്ടും ഞാൻ പറയുന്നു, ഒരു സുവിശേഷത്തിന്റെ വക്താവായി ചിലരെ മാറ്റാൻ ദൈവത്തോട് ആഗ്രഹിക്കുക. പ്രിയരെ, രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് പ്രമാണി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയുടെ വഴിയെ 3 കാര്യം ഇവിടെ ഈ ഭാഗത്ത് നിന്ന് എടുത്തു പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാം. 1 വിശ്വാസം, 2 പ്രാർത്ഥന, 3 ആരാധന. ഒന്നുകൂടെ പറയാം: വിശ്വാസം, ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള ആരാധന. ഇത് 3ഉം നമുക്ക് രക്ഷ പ്രാപിപ്പാനുള്ള മാർഗമാണ്. ഏത് കാരാഗ്രഹത്തിൽ നിന്നും, ഏത് തോൽവിയിൽ നിന്നും, ഏത് നിന്ദയിൽ നിന്നും, ഏത് പരിഹാസത്തിൽ നിന്നും, ഏത് താഴ്ത്തിക്കെട്ടുന്ന അനുഭവത്തിൽ നിന്നും, എത്ര വേദനിക്കുന്ന അനുഭവത്തിനകത്ത് നിന്നും ഉയർച്ച പ്രാപിപ്പാൻ 1 ക്രിസ്തുവിൽ വിശ്വസിക്കുക, 2 ആത്മാവിൽ പ്രാർത്ഥിക്കുക, 3 ആത്മാവിൽ ആരാധിക്കുക. ഇത് നിമിത്തം അർദ്ധരാത്രിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് പൗലോസിനും ശീലാസിനും അടുത്ത പ്രഭാതം വിടുതലിന്റെ പ്രഭാതമായതുപോലെ നമ്മുടെ ജീവിതത്തിലും അടുത്ത പ്രഭാതം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, ഒരു മാസം കഴിഞ്ഞിട്ടല്ല, ഒരാണ്ട് കഴിഞ്ഞിട്ടല്ല, അടുത്ത ദിവസം, അടുത്ത പ്രഭാതം വിശ്വസിക്കുന്നതിന്റെ ജീവിതത്തിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ജീവിതത്തിൽ, ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ ജീവിതത്തിൽ അടുത്ത നിമിഷം, അടുത്ത പ്രഭാതം വിടുതലായി മാറാൻ പോവുക. കർത്താവ് പറയുന്ന ചിലരെ ആഴത്തിൽ വിടുവിക്കുവാൻ ദൈവത്തിന് ഇന്ന് പദ്ധതിയുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്തൊരു തീരുമാനമെടുക്കൂ: ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കും. ആഴമായൊരു ദൃഢനിശ്ചയമെടുക്കൂ: ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ ആരാധിക്കും. ഇത് നിമിത്തം നിന്റെ ചങ്ങല അഴിയും. ഇത് നിമിത്തം നിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരും. ഇത് നിമിത്തം പ്രമാണിമാർ വിടുവിക്കപ്പെടും. ഇത് നിമിത്തം കുടുംബങ്ങൾ സ്നാനപ്പെടും. ഇത് നിമിത്തം അധിപതികൾക്ക് ഭയമുണ്ടാകും. ഇത് നിമിത്തം നിനക്ക് മുമ്പിൽ ചേവകരെ അയച്ച് വെറുതെ വിടാൻ ശ്രമിക്കും. ഇത് നിമിത്തം യേശു ജീവിക്കുന്നു എന്ന് പറയാൻ
നിന്റെ അകത്ത് ധൈര്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിക്കകത്തു നിന്നും നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം, ആത്മാവിലുള്ള ആരാധന, ആത്മാവിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നവരെ, ഭാവി ഓർത്ത് നിരാശപ്പെടുന്നവരെ, വിദ്യാഭ്യാസ മേഖലകളെ ഓർത്ത് കുഴയുന്നവരെ, ബിസിനസിനെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവരെ, ഇന്ന് പകൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിശ്വസിക്കൂ ക്രിസ്തുവിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കൂ, ആത്മാവിൽ ആരാധിക്കൂ. അടുത്തൊരു ജയകരമായ പ്രഭാതം നമുക്കായി കാത്തിരിക്കുന്നു. ഒരു ശുഭകരമായ പ്രഭാതം നമുക്കായി കാത്തിരിക്കുന്നു. ചങ്ങലകളില്ലാത്ത, കാരാഗ്രഹമില്ലാത്ത, അധിപതികൾ ആമേൻ നോക്കി നിൽക്കാത്ത ഒരു നല്ല ശുഭ ദിനം നമുക്ക് മുമ്പിൽ കാത്തിരിക്കുന്നു. ആ ദിനത്തിനായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ, പ്രാർത്ഥനയുടെ തലങ്ങൾ ബുദ്ധിയുടെ അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ, ആത്മതലത്തിലേക്ക് മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ ആരാധിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് പലപ്പോഴും ഒരു ചടങ്ങായി പോകുന്ന ഒരു ആരാധനയുടെ അനുഭവമാണ് എൻ്റെ, ഒരു നാമധേയ ആരാധനയുടെ അനുഭവത്തിലായി നിൽക്കുന്നത്. എനിക്ക് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കൂ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കൂ, ആത്മാവിൽ ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങളായിരിക്കുന്ന ഈ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക. ഒരു നിമിഷം എന്നോട് ചേർന്ന് കണ്ണുകൾ അടയ്ക്കൂ. സ്വർഗീയ പിതാവേ, നിന്റെ സൗഖ്യം പ്രാപിപ്പാൻ, നിന്റെ വിടുതൽ പ്രാപിപ്പാൻ, ആണ്ടുകളായി നിൽക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു മാറുവാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണമേ. നിന്റെ കൃപ അവരായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരട്ടെ. നിന്റെ തേജസ് അവർക്ക് മുമ്പിൽ ഇറങ്ങട്ടെ. ഇവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കട്ടെ. ഇവർ ആത്മാവിൽ പ്രാർത്ഥിച്ച കാരാഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഇവർ ആത്മാവിൽ ആരാധിച്ച് ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു വരട്ടെ. കർത്താവേ, ഞാൻ അതിനായി ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനായി ജനത്തിനു വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൃപ ഈ മക്കളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കുക. ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ആരാധിച്ച്, ചങ്ങലകൾ അഴിഞ്ഞ് കാരാഗ്രഹത്തിന് വെളിയിൽ വന്ന് പ്രതീക്ഷയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. God bless you. God bless you. God bless you.